ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ലോട്ടസ് ടെമ്പിള്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. ഇന്നലെ ഫുള്ള് യെല്ലോ ലൈന് കവർ ചെയ്തു. ഇന്ന് നമ്മൾ പർപ്പിൾ ലൈനാണ്. ഇന്ന് യെല്ലോ ലൈന് മാറി പർപ്പിൾ ലൈന് കയറിയിട്ടുണ്ട്. മെട്രോ വരുന്നുണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ലോട്ടസ് ടെമ്പിളിന്റെ മുന്നിലാണ്. അതാ കാണുന്നത് ലോട്ടസ് ടെമ്പിള്. സത്യം പറയാം, ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവര് മെയിൻറ്റെയിൻ ആയിട്ടാണ് എല്ലാം കൊണ്ടുനടക്കുന്നത്. അതെ അതെ, ഫിനിഷിങ്ങിന്റെ മാത്രമല്ല, നല്ല വൃത്തിയായാലും ശരി. ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഈ ഏരിയ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോ അവിടെ നിന്ന് നടന്ന് നല്ല വെയിലാട്ടോ അവിടെ. കുളിങ്ങില്ലാതെ നോക്കാൻ പറ്റില്ല, അതുകൊണ്ടാണത് ചെയ്തത്. പിന്നെ നമ്മളിത് ഇതിന്റെ അകത്തേക്ക് കേറാണ്. അതെ അതെ അതെ, സംഭവം 15 ജലദോഷമൊക്കെയാണ്. കൊള്ളാം കൊള്ളാം. ഇത് കണ്ട, ഫുള്ളവര് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. എന്ത് ഭംഗിയില് ചെയ്തുകൊണ്ട് അറിയണം. നമ്മളിപ്പോ ഹുമയൂൺ ടെമ്പിൾ കാണാൻ വന്നതാണ്. അതെ 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 അതെ. ഇവിടെ ടിക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് വരുന്നുണ്ട്. ലോട്ടസ് ടെമ്പിളിന്റെ അത് ടിക്കറ്റ് വരുന്നില്ല. ഓക്കെ. പിന്നെ അപ്പൊ ലോട്ടസ് ടെമ്പിളിന്റെ അവിടെ പോയപ്പോ നല്ല വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അതല്ല, ഇവിടെ എത്തിയപ്പോ തന്നെ അത് വെയില് മാറി നല്ല മഴ, നല്ല പെരും മഴ. അങ്ങനെയാണ് ഇഞ്ഞിരിക്കുന്നത് ഇവിടെ. അതാണ് അവസ്ഥ. കാലാവസ്ഥ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹുമയൂൺ ടെമ്പിളിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഓക്കെ, എങ്ങനെ കേറി പോണു. ഓ മാഷാല്ലാ, ഹലോ. ഓ, ഇതാണ് ഹുമയൂൺ ടെമ്പിൾ. ഓക്കെ, ഇത് താജ്മഹലാണെന്ന് വിചാരിച്ചാലും തെറ്റിദ്ധരിക്കരുത്. ഹുമയൂൺ ടെമ്പിൾ ഇതാണ് ഹുമയൂൺ ടെമ്പിൾ ഗൈസ്. ഇതാണ് ഹുമയൂൺ ടെമ്പിൾ. ഈ മുന്നിൽ കണ്ടല്ല, അതിന്റെ വൈഫാണ്. ഓള് വീഡിയോ ഓണാക്കി അപ്പം കണ്ടു ക്യാമറിന്റെ മുന്നിക്ക് ഞാനും ഉണ്ട് അറിയാണ്ട്. ഇതാണ് ഹുമയൂൺ ടെമ്പിൾ. പിന്നെ ആ ഒരു ഭാഗത്തുകൂടിയാണ് നമ്മൾ കയറി വന്നത്. അളിയനും പെങ്ങളും ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ അതിന്റെ അകത്തേക്ക് കേറാണ് ഗായ്സ്. കുരിശുമാരൊന്നല്ല. അതെ അതെ, ഭയങ്കര കുത്തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓ, എന്തൊരു ഉയരാണ്, എന്തൊരു ഹൈറ്റാണ് കല്ല്. നല്ല ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കണ്. ഇവിടെ എന്തോ മറവ് ചെയ്ത കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇതാണ് ഹുമയൂൺ ടെമ്പിൾ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് വരുന്നത്. ഓക്കെ, അവിടെ ചെറിയൊരു വാട്ടറിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. കൊള്ളാല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഏതോ ഒരു ഇതാണ്, ഇത് ഉണ്ടാക്കിയ ആളെ കബറ അല്ല, ഇവിടെ ഉണ്ട് കബറ്. അതെ അതെ, ഇവിടെ ആരൊക്കെ അടക്കിയിട്ടുണ്ട്. രാജാവിന്റെ ഇത് ഉണ്ടാക്കിയ ആളില്ലേ? ആത്മാവുണ്ടാവും.
അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഗൈസ്. ഇങ്ങനെ ഓരോ റൂമിൽ കയറുമ്പോഴും ഓരോ റൂമിലും ഇതേപോലെ ഓരോ കവറും കാര്യങ്ങളും ഉണ്ട്. അറിയാത്ത ചരിത്രം ഇങ്ങനെ പറയാൻ നിൽക്കണ്ട. അടിയാണ്ട് കിട്ടുമോ? രാജ്ഘട്ട് പോകണേ. രാജ്ഘട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ രാജ്ഘട്ടിൽ എത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിനെ അടക്കം ചെയ്തിട്ടുള്ള സമാധി, അതെ, അത് ചെയ്തിട്ടുള്ള ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ നടക്കാനുണ്ട് കുറച്ചുകൊണ്ട്. ഈ വൈറ്റിൽ കാണണ്ടൊക്കെ മഹാത്മാഗാന്ധിൻ്റെ ഓരോ വചനങ്ങളാണ്. അതെ അതെ, ഓരോ വചനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇവിടെ ചെരുപ്പ് ഊരാതെ നടക്കാൻ പറ്റില്ല. ഷൂ ഒക്കെ ഊരി വെച്ച് എന്താ നമ്മൾ അങ്ങോട്ട് പോവാണ്. മഹാത്മാഗാന്ധിന്റെ അതെ, നമ്മള് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ശരിക്കും സ്കൂളിലും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോ ശരിക്കും ഒരു വിചാരിക്കൊന്നുള്ളതല്ല, വെറുതെ അങ്ങനെയൊന്നും വിചാരിക്കൂല, അങ്ങനെയൊന്നും വിചാരിക്കൂല. പക്ഷെ ശരിക്കും നമ്മള് കുട്ടികളൊക്കെ ശരിക്കും ഒന്നും കണ്ട് ടൂർ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യണം ശരിക്ക്. ഇവിടെയാണ് മഹാത്മാഗാന്ധിനെ അടക്കം ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന മഹാവ്യക്തിയാണിത് അല്ലേ? സാഹചര്യത്തിനനുസരിച്ച് എന്താ പറയാനുള്ളത്? നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങി തന്നു. എനിക്കെന്താ പറയാനുള്ളത്? നമ്മളൊക്കെ നടക്കാൻ കാരണക്കാരനായ ഒരാളല്ലേ. അതെ അതെ. സിനോ, എനിക്കെന്താ പറയാനുള്ളത്? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം വാങ്ങി തന്ന ഒരു മഹാവ്യക്തിയാണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ജമാ മസ്ജിദിൽ എത്തിയിട്ടുണ്ട്. ജമാ മസ്ജിദ്. ഇനി ഇവിടെ നേരെ എന്താണ്? യെസ്, റെഡ് ഫോർട്ടിലേക്കാണ് അടുത്തത്. നമ്മളിപ്പോ ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നേരെ പോവാണല്ലേ? കൊണ്ടാട്ടിക്ക് വിശക്കുണ്ട്, എന്തെങ്കിലും ഫുഡാണെന്ന് പറഞ്ഞത്. ഇവിടെ ഫുള്ള് മറ്റേ പർച്ചേസിങ്ങിന്റെ ഏരിയയാണ്. പക്ഷെ കഴിക്കുന്നു മാത്രല്ല, പർച്ചേസിങ് ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ ഫുള്ള് പോക്കറ്റ് അടിയും കാര്യങ്ങളും ഭയങ്കരമാണെന്ന് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെ പറഞ്ഞത് അത് വേണ്ട, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫോൺ എടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ഫോൺ ഒന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം പിന്നെ ഇവിടെ കയറിയിട്ട് ഫോൺ എടുത്തത്. ഗായ്സ്, ഞങ്ങളിപ്പോൾ സരോജിനി മാർക്കറ്റിൽ പർച്ചേസിങ്ങിന് വന്നതാണ്. ഗായ്സ്, സരോജിനി മാർക്കറ്റിൽ പർച്ചേസിങ്ങിന് വന്നതാണ്. ഇവിടെ കയറുമ്പോൾ തന്നെ ഫുള്ള് ആൾക്കാരാണ്. നോക്കട്ടെ എങ്ങനെയൊക്കെ എന്തൊക്കെ അവസ്ഥ എന്നുള്ളത്. ഫോണും എല്ലാം എടുക്കാൻ പറ്റൂല, ഫോണൊക്കെ പോവും.